ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള പൊതുധനകാര്യ സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പലിശ ചെലവ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ, 19% പലിശ ചെലവുള്ള സംസ്ഥാനം. റവന്യൂ കമ്മിയുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണമാണ് കേരളം. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്, കർണാടക, അവർക്കൊന്നും റവന്യൂ കമ്മിയില്ല. നമുക്ക് മാത്രമേ റവന്യൂ കമ്മിയുള്ളൂ. ധനക്കമ്മി നമ്മൾ ഏറ്റവും പുറകിൽ. നമ്മുടെ മൊത്തം ചെലവിൽ ഏതാണ്ട് ഒരു 68-69% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. എന്താണ്? ശമ്പളവും പെൻഷനും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ നിലയിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള പൊതുധനകാര്യ സ്ഥിതിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ മറുഭാഗത്ത് നികുതി പിരിവിൻ്റെ കാര്യം നോക്കിയാലോ, 10-15,000 കോടി രൂപയെങ്കിലും കൂടുതൽ പിരിക്കാനുള്ള അവന്യൂസ് ഉണ്ട് കേരളത്തിൽ. അതൊന്നും പിരിക്കാത്ത സംസ്ഥാനമാണ് കേരളം. അതിനകത്തെല്ലാം കൈക്കൂലിയും കൊടുത്ത് പാർട്ടി ഖജനാവിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വശത്ത് ഏറ്റവും തകർന്നടിഞ്ഞ പൊതുധനകാര്യം, മറുവശത്ത് പിരിക്കാത്ത നികുതി, മറുവശത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ധൂർത്തെന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസ് എടുത്ത് നോക്കൂ. ആ ക്ലിഫ് ഹൗസിൽ ഏതാണ്ട് ഒരു 6-7 വർഷമായി അറ്റകുറ്റപ്പണികൾ തീർന്നിട്ടില്ല. എല്ലാ വർഷവും അറ്റകുറ്റപ്പണിയാണ്. ചാണകക്കുഴിക്ക് 3.25 ലക്ഷം, കർട്ടൻ 7 ലക്ഷം, ട്രാൻസ്ഫോർമറിന് 5 ലക്ഷം, ക്ലിഫ് ഹൗസിനകത്തുള്ള വഴിക്ക് 1,30 ലക്ഷം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ക്ലിഫ് ഹൗസിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ കമ്പ് മുറിക്കാൻ 1,77,000 രൂപ. ഇതൊക്കെ കേട്ടുകേഴ്വിയുള്ള കാര്യമാണോ ഇതൊക്കെ? അല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 3ാം ഘട്ട നൈന്തൽക്കുളം നവീകരണത്തിന് 3 ലക്ഷം കൂടി അനുവദിച്ചിട്ടുണ്ട്. അത് ഊരാളുങ്കലിനാണ് ചുമതലയും നൽകിയിരിക്കുന്നത്. അല്ല, ഇതെല്ലാം ഊരാളുങ്കലിലാണ്. ഊരാളുങ്കലിനെ കുറിച്ച് വേറൊരു ചർച്ച എപ്പോഴെങ്കിലും നടത്തി കഴിഞ്ഞാൽ വിളിച്ചാൽ ഞാൻ വന്ന് വർത്താനം പറയാം. ഞാൻ പറയുന്നത് ഈ CPM-ന്റെ ഈ നേതാക്കന്മാർക്ക് ഉളുപ്പെന്ന് പറഞ്ഞത് അതിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ ഉളുപ്പ്? ഞാൻ ചോദിക്കുന്നത്, ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താമസിക്കുന്ന ഒരു സ്ഥലമല്ലേ ക്ലിഫ് ഹൗസ്? അവിടെ ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോൾ എന്തെങ്കിലും അന്തസ്സിൻ്റെ ഒരു കണികയെങ്കിലുള്ള മുഖ്യമന്ത്രിയാണ് ചോദിക്കൽ, ഇതെന്ത് വൃത്തികേടാണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്? എൻ്റെ ചാണകക്കുഴിക്ക് ഇത്രയും രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ ചീത്ത വിളിക്കില്ലേ? എൻ്റെ നീന്തൽക്കുളം 3 പ്രാവശ്യം നവീകരിച്ചാൽ ജനങ്ങൾ എന്നെ ചീത്ത വിളിക്കില്ലേ? എൻ്റെ കോമ്പൗണ്ടിലേക്കുള്ള മരത്തിൻ്റെ കമ്പ് വെട്ടാൻ 1,77,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഖജനാവിൽ നിന്നുള്ള പൈസയല്ലേ, ജനങ്ങൾ ചീത്ത വിളിക്കില്ലേ എന്ന് ചോദിക്കണ്ടേ മുഖ്യമന്ത്രി? പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഉളുപ്പോ ലജ്ജയോ വല്ലതും ഉള്ള ആളാണോ? കാരണം ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുകയേ നിവർത്തിയുള്ളൂ. ഇതിനെയൊക്കെ സാധാരണഗതിയിൽ ശക്തമായിട്ടുള്ള പ്രതിപക്ഷവും ശക്തമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ വേറെ BJP ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടെ ശക്തമായിട്ട് എതിർക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പ്രതിപക്ഷവും ഇല്ല, ഇവിടെ BJP ഇല്ല. സ്വാഭാവികമായും ഇതൊക്കെ ഇങ്ങനെ നടക്കും. യഥാർത്ഥത്തിൽ പഞ്ചായത്തിൽ CPM-ന് സീറ്റ് കൂടുതൽ കിട്ടിയിട്ടുള്ളതിൻ്റെ കാരണം ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ 2 ജാഥ നടക്കുന്നുണ്ട്, ഒന്ന് സമരാഗ്നിയും ഒന്ന് BJP-യുടെ പദയാത്രയും. ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ ഈ ജാഥയെക്കുറിച്ചിട്ട്? സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ് നടക്കുന്ന ഇതുപോലുള്ള ജാഥകൾ ജനപങ്കാളിത്തം കൊണ്ട് തിളച്ചു മറിയേണ്ടതാണ്. പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്നതായിട്ടൊന്നും ഞങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം ഇതൊരു ഗതികെട്ട അവസ്ഥയാണ്. ജനങ്ങൾ ദുരിതക്കയത്തിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. ആ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആരുമില്ല എന്നുള്ള അതിദയനീയമായിട്ടുള്ളൊരവസ്ഥയിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.